ഹേ ഹേ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ മിഡ് സമ്മർ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു വ്ളോഗാണ്. നമ്മൾ ഈ കൊല്ലത്തെ മിഡ് സമ്മർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നത് ഗംലോപ് സാലയിലാണ്. അപ്പോൾ അതൊരു ആക്ച്വലി ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ്. അപ്പോൾ നമുക്ക് അവിടെ മിഡ് സമ്മർ സെലിബ്രേഷൻ മാത്രമല്ല, നമുക്ക് ഒരു മ്യൂസിയം കൂടെ വിസിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസും കൂടിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്കവിടെ 19th സെഞ്ച്വറിയിലുള്ള ഓൾഡ് ഫർണിഷിങ്സ്, ടൂൾസ്, ടെക്സ്റ്റൈൽസ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. അതായത് പഴയ ഘടികാരം, നൂൽക്കുന്ന ചക്രം, പരമ്പരാഗത കൈത്തറി, ടൈൽഡ് സ്റ്റൗവ്, പിന്നെ കൈകൊണ്ട് നിർമ്മിച്ച തടി കൊണ്ടുള്ള ഉപകരണങ്ങൾ, ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വീപ്പകൾ, പിന്നെ അരിയും പൊടിയും ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ലോഹത്തവി, പിന്നെ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് പണ്ട് മീറ്റും പിന്നെ ഫിഷസ് ഒക്കെ നമുക്ക് കേടുവരാത്ത സൂക്ഷിക്കുന്ന രീതി, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. നമ്മൾ നമ്മുടെ ലൈഫിൽ ഇതേവരെ കാണാത്ത കുറേ വെറൈറ്റി ഓൾഡായിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസും കുറേ പ്രൊസീജിയേഴ്സും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് നടന്നിരുന്നത്, എങ്ങനെയാണ് ഈ ഓരോ സംഭവങ്ങൾ യൂസ് ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ, ഒരു മൊത്തത്തിലുള്ള ഒരു ഏൻഷ്യൻ്റ് ഇൻഫർമേഷനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരെങ്ങനെയാണ് ഉറങ്ങിയിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ വൈക്കോലൊക്കെ കൂട്ടി വെച്ചിട്ടുള്ള ഒരു ബെഡൊക്കെ ആക്കിയിട്ടൊക്കെ ആയിരുന്നു അവർ ഉറങ്ങിയിരുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയതുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളെ പറ്റിക്കുന്ന ഒരു ചെറിയ രീതി നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. അതായത് ഓരോ കുട്ടികൾ വരുമ്പോൾ അവരുടെ ഏജിനനുസരിച്ചുള്ള ടോയ്സ് അപ്പുറത്തുനിന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കതൊരു അവർക്ക് ഇഷ്ടമുള്ളൊരു രീതിയായിട്ടുള്ള ഒരു ഫിഷിങ്ങിലൂടെ അവരത് എന്താ പറയുക സ്വന്തമാക്കായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹേ ഡോ.